നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. അഡ്വഞ്ചർ 390 USD ഫോർക്കാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്യൂക്കിൽ ചെറിയൊരു അപ്ഡേഷൻ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഡ്യൂക്ക് ഇതായിരിക്കണം നമ്മുടെ സൈഡിലത്തെ കിറ്റ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് രണ്ടെണ്ണം തൂക്കി കേട്ടാ. രണ്ട് ഫ്രണ്ട്സുകൾ എനിക്ക് തന്നതാണ് കേട്ടോ. ഡ്യൂക്ക് ഷിഫ്റ്റർ എന്ന് പറഞ്ഞ ഒരു മച്ചാനാണ് ഈ കിറ്റ് എനിക്ക് തന്നത്. KTV എനിക്ക് അരിമ്പ്രോയാണ് ഈ ഒരു കിറ്റ് എനിക്ക് തന്നത് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും കിറ്റ് ഇട്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കളർ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഡയറക്റ്റ് ഇളക്കി മാറ്റിയിട്ട് ഈ ഒരു കിറ്റിൽ ഞാൻ പെയിൻറ്റ് അടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിൽ എന്ത് പെയിൻറ്റാണെന്നുള്ളതെന്ന് വെച്ചാൽ അതാ നമ്മൾ ഓട്ടോലോഗിൻ്റെ കിറ്റും ഇതാ ആഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോലോഗിൻ്റെ ഫൈബർ കിറ്റ് ഇതാ ഷോപ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് ഞാൻ കിറ്റ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പേനായിട്ട് വരച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഇട്ടായിരുന്നു. സൂപ്പർ കാറിൻ്റെ ഒരു ലോഗോ ഞാൻ പേനായിട്ട് വരച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവുമെന്ന്. വെറൈറ്റി ലുക്കിലോട്ട് ചെയ്ത് നോക്കിയാണ് കേട്ടോ. അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നും അല്ല, പക്ഷേ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ തട്ടിപ്പൊളിയാവും. അപ്പോൾ നമുക്ക് ആദ്യം ഈ കിറ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ച് സെറ്റപ്പ് ആക്കാം. പെയിൻറ്റ് അടിക്കാനായിട്ട് ഇതാ ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞ് നാളെ തരാമെന്നാണ് ചേട്ടൻ വന്നിട്ടുള്ളത്. നാളെ കിട്ടണം ചേട്ടാ. ഓക്കെ അല്ലേ? സെറ്റ്. നാളെ ആവുന്നേരം വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് വേറെ കുറച്ച് പരിപാടിയൊക്കെ കൊണ്ടിട്ട് അപ്പോൾ എന്താണെന്നുള്ളത് വഴി കാണിച്ചു തരാം. വണ്ടി ഇതാ വീണ്ടും പെടോക്കി കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് ചേഞ്ച് ചെയ്യാൻ പോകണം നമ്മളെ ബ്രേക്ക് ഡിസ്ക്കാണ് കേട്ടോ. ഡിസ്ക് ഇതാ ഫുള്ള് ഒരുവിധം ചാരി ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോണ്. ബ്രേക്കിനും അത്ര ബൈറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ പുതിയ നമ്മുടെ KTVൻ്റെ ഡിസ്ക് എടുത്തിട്ടുണ്ട്. സംഭവം ബേക്കിലത്തെ ഡിസ്ക് പാഡ് വെസലിലേക്ക് ഇടാൻ നേരത്തെ 1300 അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രേക്ക് പാഡിന് ബേക്ക് ഡിസ്കിൻ്റെ റേറ്റ് ഏകദേശം എത്രയാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോ. റേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അത് 1197 രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ. KTVൻ്റെ ഒരു സ്പെയറിന് ഞാൻ ഇത്രയ്ക്ക് വില കുറവാണെന്ന് വിചാരിച്ചില്ല. ഒരു 2500-3000 ഒക്കെ ഞാൻ വിചാരിച്ചു. ബേക്ക് ഡിസ്കിൻ്റെ റേറ്റ് അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ബേക്ക് ഡിസ്ക് മാറുന്നുണ്ടെങ്കിൽ റേറ്റ് ഇതാണ് ചേഞ്ച് ചെയ്തു. അപ്പം ഇതാ ഫോളി പുത്തൻ പീസ് ഇങ്ങനെ എടുത്തിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ബ്രേക്കിൻ്റെ ബൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടത് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഡിസ്കിൻ്റെ അവസ്ഥ. നടുക്ക് ഭാഗത്ത് ബ്ലേഡിൻ്റെ അത്രയും കാര്യമുണ്ടോ. ഇതൊന്നും അല്ല, ഇതിനും അപ്പുറം ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. പക്ഷെ അത്രയും ഞാൻ ഒരിക്കലും യൂസ് ചെയ്യല്ല കേട്ടോ. നമ്മളെ ബ്രേക്കിംഗ് ആണ് നമ്മുടെ വണ്ടിയുടെ ഏറ്റവും മെയിൻ സംഭവം. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ചെയ്യല്. അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാലേ എനിക്ക് ഇപ്പം അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ഈ LTD ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവം ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോയത്. 390 ബേക്കിലത്തെ സാഡ് സ്റ്റേ ആണ്. ഞാൻ റിമൂവ് ആക്കിയത് ലുക്കിന് ബാധിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് മാറ്റിയതിന് ശേഷം എനിക്ക് ടൈൽ ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ റൈഡിങ്ങിൻ്റെ കംഫർട്ടിന് വേണ്ടി ഞാൻ ഈ സാഡ് സ്റ്റേ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകാനുണ്ട്. ഇതിപ്പം റൈഡ് ഉള്ള സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്ന് എല്ലാവരും പറയും. പക്ഷേ അത് അത്ര എളുപ്പമല്ല കേട്ടോ. ഈ ബോൾട്ട് കഴിയാൻ കുറച്ച് പാടാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ ഊരി ഇളക്കി വയ്ക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ത്രെഡ് തന്നെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ്. മോട്ടോർ ടോർക്കിൻ്റെ സാഡ് സ്റ്റേ. ഓക്കെ, അപ്പം ഇളക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി ഡിസ്കൊക്കെ മാറി വണ്ടി ഓടിച്ച് നോക്കിയിട്ട് അടിപൊളി ബ്രേക്കിംഗ് എന്ന് ഞാൻ പറയുന്നില്ല. വണ്ടിക്ക് ഇപ്പം നേരത്തെ കാലം ബ്രേക്ക് കുറവായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് ഒന്ന് സെറ്റ് ആവാൻ ടൈം എടുക്കാം കേട്ടോ. കുറച്ച് കിലോമീറ്റർ ഓടിയാലേ ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. ഈ സംഭവങ്ങളൊക്കെ കുറച്ചൊന്നും ഉറഞ്ഞ് സെറ്റ് ആവാറുണ്ട്. ആ സെറ്റ് ആവുന്ന ടൈമിൽ നമുക്ക് പഴയതിനേക്കാളും നല്ല ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് ബ്രേക്ക് കുറവാണ്. ഓടി സെറ്റ് ആവുന്നിടത്ത് അടിപൊളിയാവും. ഒട്ടനെ തന്നെ നമ്മുടെ കിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇനിയും ബാക്കി വീഡിയോ ആയിട്ട് വരാം. ഇതിൻ്റെ കിറ്റൊക്കെ ഏത് കളറിൽ ഏത് ഗ്രാഫിക്സിലാണെന്നൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കാണാം. അപ്പോൾ നമുക്കിനി പെയിൻ്റ് അടിച്ച് കിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ കിറ്റും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഫൈബർ ടോട്ടലോൻ്റെ കിറ്റാണ്. പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് മെറ്റാലിക് ബ്ലാക്കാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഗ്ലിറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രീതിക്ക് വെയിലത്ത് തിളങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പം ബാക്കി കിറ്റൊക്കെ അവിടെ ഇരിക്കാൻ കേട്ടോ. എല്ലാം കൂടെ ഒരു കയ്യിൽ കൊള്ളത്തില്ല. സംഭവം എന്തായാലും കിഡുമായിട്ട് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ബാക്കി കിറ്റൊക്കെ ഇതായിരിക്കുന്ന ഓട്ടോലോൻ്റെ 2 കിറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മളെ മച്ചന്മാർ തന്ന ഒറിജിനൽ ഡ്യൂക്കിൻ്റെ കിറ്റും കേട്ടോ. അതും ഫുൾ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. അടിപൊളി ഫിനിഷിങ് കേട്ടോ. പെയിൻറ്റിങ്ങൊക്കെ വേറെ ലെവൽ. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഈ സ്റ്റോക്ക് കിറ്റ് അഴിച്ച് മാറ്റണം. നമ്മുടെ ഈ ഫുൾ ബ്ലാക്ക് കിറ്റ് വണ്ടിയിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഓട്ടോലോഗിൻ്റെ കിറ്റ് സെറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഹോളും കാര്യങ്ങളൊന്നും ഇല്ലാതെ വരത്തില്ല കേട്ടോ. അപ്പോൾ അത് സെപ്പറേറ്റ് രണ്ടാമത് നമ്മൾ വച്ച് നോക്കി ഹോളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അതിന് അബദ്ധം പറ്റി ഹോള് ചെയ്തതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഭാഗത്തെ പെയിൻറ്റ് കുറച്ച് ഇങ്ങനെ പൊട്ടിയായി മാറിയിരിക്കുന്നു. കുഴപ്പമില്ല, സ്ക്രൂ വരുമ്പോൾ അറിയത്തില്ല.
വണ്ടിയുടെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുൾ സെറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ അടുത്ത പരിപാടി വെച്ചാൽ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നേരെ നമ്മൾ ആ കൊല്ലം ഗിയർ റോണിലോട്ട് വന്നേക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് പോകണം. അതിൻ്റെ പരിപാടിക്ക് അപ്പോൾ നമ്മൾ അപ്സരോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സിസ്റ്റത്തിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന സുബുഡുക്കിൻ്റെ 6 നമ്മൾ വണ്ടിയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വർക്ക് ചെയ്യുന്നതൊക്കെ കാണാം. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ. അപ്പോൾ ആൾക്കൊക്കെ ഈ ലുക്ക് ഇഷ്ടമായെന്നില്ലെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്തു. അപ്പോൾ വണ്ടി ഫുൾ സെറ്റാക്കി നമ്മളെ മച്ചാൻ സ്റ്റിക്കറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. സെവൽ എങ്ങനെ കളിയാ സെറ്റ്. അപ്പോൾ ഞാനും പഴയ ലുക്കിലോട്ട് കുറച്ചൊന്നും മാറ്റിയിട്ടുണ്ട്. അതെ അതെ, വീണ്ടും പഴയയിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും താഴെ കമൻറ്റ് കിട്ടും. പക്ഷെ നമ്മുടെ ഡ്യൂക്കിൽ തന്നെ വേറൊരു കിടിലെ മോഡിഫിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റി വർക്കാണ് ഇന്ന് ഡ്യൂക്കിൽ ചെയ്യാനായിട്ട് പോകണം. നമ്മളെ BS6 390 മെയിൻ പ്രശ്നമാണ് ഈ ഗ്രൗണ്ട് ഗ്ലേഡ്സിൻ്റെ പ്രശ്നം കേട്ടോ. ചെറിയൊരു ഹമ്പിലൊക്കെ അടി തട്ടുന്ന ചെറിയ വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കാനുള്ള ചെറിയൊരു ട്രിക്കുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. അത് സക്സസ് ആവില്ലെന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും സാധനം ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. ആ സാധനമാണ് ഈ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് എന്താണ് ഐറ്റം എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐറ്റം എന്താണെന്ന് കാണണ്ടേ. ഇതാ വേറൊരു കിറ്റിലെ യൂസ്ഡ് ഫോർക്കാണ്. ഏത് വണ്ടിയെന്ന് വെച്ചതാ ഇത് കാണിച്ചു കൊടുത്തേനാ. ഈ അപ്പെക്സ് എന്ന് പറഞ്ഞ സംഭവം കാണിച്ചു കൊടുത്തേ. നമ്മളെ അഡ്വഞ്ചർ 390 യൂസ്ഡ് ഫോർക്കാണ് കേട്ടോ. അപ്പോൾ എടുത്തേക്കുന്ന അഡ്വഞ്ചർ 390 യൂസ്ഡ് ഫോർക്കാണ്. യൂസ് ഒന്നും ചെയ്യാത്ത ഫോർക്കാണ് കേട്ടോ. അപ്പം ഏറ്റവും പുതിയ സാധനമാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പം ഇത് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സംഭവം ഫ്രണ്ട് മാത്രം മാറ്റി ശരിയാവത്തില്ല, ബാക്ക് ഷോപ്പർ മാറ്റണം. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രം കയറ്റി നോക്കാം. കയറ്റിയതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് വരും. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് സമയം പോലെ ബേക്ക് ചോക്കോടെ മാറ്റാൻ കേട്ടോ. അപ്പം പക്ക നമ്മൾ അഡ്വഞ്ചർ 390 സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ 390 BS6 കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഇനി അടുത്ത് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ഫോർക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് പോകാൻ കേട്ടോ. ടീ സ്റ്റമ്പൊക്കെ പുതിയതാണ്, പക്ഷെ നമുക്ക് ടീ സ്റ്റമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നല്ല ക്യാപ്പ് സഹിതമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പുതിയതായിരിക്കണം. അപ്പോൾ യൂസ്ഡ് ഫോർക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിനെ കോൺടാക്ട് ചെയ്താൽ മതി, എടുത്തു തരാം. പിന്നെ നമ്മുടെ 390 ഇരിക്കുന്ന യൂസ്ഡ് ഫോർക്ക് ഇപ്പോൾ സെയിലിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഡ് ഫോർക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ യൂസ്ഡ് ഫോർക്കിന് തരാം. പുതിയ സാധനമാണ്. ആക്സിഡൻറ്റിന് ശേഷം 2 യൂസ്ഡിൽ പുതിയത് മാറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടീ സ്റ്റമ്പിൽ നിന്ന് ഈ ഫോർക്ക് കണ്ട് ഇളക്കിയിട്ടിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ടീ സ്റ്റമ്പിൽ ഈ ഫോർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. ഓക്കെ, ആ ഫോർക്ക് അതിനിടയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടത് വലിയ പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞ ടീ സ്റ്റമ്പും ഒന്നും ഇളക്കണ്ട. ഈ സ്റ്റോക്ക് ഫോർക്ക് ഊരി എടുക്കണം, നമ്മുടെ യൂസ്ഡ് ഫോർക്ക് തിരിച്ച് കയറ്റണം കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത്. സംഭവം സസ്പെൻഷൻ ട്രാവൽ നമ്മുടെ 390 വരുന്നത് 17 കേട്ടോ. പക്ഷെ അഡ്വഞ്ചർ 390 വരുന്നത് 15. ട്രാവൽ സത്യം പറഞ്ഞാൽ 390 കൂടുതൽ. ഫോർക്കിന് പക്ഷേ ഡ്യൂക്കിനെ കാട്ടി 1.5 ഇഞ്ച് നീളം കൂടുതലുണ്ട് കേട്ടോ. അപ്പം 1.5 ഇഞ്ച് മാത്രമേ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടത്തുള്ളൂ. അപ്പം അഡ്വഞ്ചർ 390 കയറ്റുന്നതിൻ്റെ ആവശ്യം ഉണ്ടായില്ലേ എന്നൊക്കെ ഞാൻ എന്തായാലും ഇതെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കട്ടോ. ഓടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ലേ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് മാത്രം ആരെങ്കിലും കയറ്റാണോ വേണ്ടതെന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ നമ്മുടെ മാഡ് മാക്സ് പുതിയ വണ്ടി എടുക്കാനായിട്ട് ഇവിടെ നിൽക്കാൻ കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാ വന്നതെന്ന് വെച്ചാൽ ഇന്ന് ഫുള്ള് കൊച്ചിയിൽ ഫുള്ള് കറക്കുമായിരുന്നു. അപ്പോൾ നമ്മളെ ഫോർക്കിൻ്റെ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് വന്നത്. സംഭവം എന്ന് വെച്ചാൽ എന്താണ് ഇത് അഡ്വഞ്ചറിൻ്റെ ഫോർക്കാണെന്ന് ചെറിയ ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ ഇത്ര അല്ല വരുന്നത്. നമ്മളെ സച്ചിൻ്റെ അഡ്വഞ്ചറിൻ്റെ ഫോർക്ക് വെച്ച് നോക്കാൻ നേരത്തെ ഇതിൻ്റെ ട്രാവൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് RCയുടെ ആണെന്ന് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അവർ തിരിച്ച് അയച്ചു കൊടുത്ത് അവർ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് റീസൺ പറയാൻ പറ്റത്തില്ല. പക്ഷേ
വ്യത്യാസം ഉണ്ടാകുന്ന വെച്ചാൽ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്, സസ്പെൻഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഒരു ഓവറായിട്ടുള്ളൊരു വ്യത്യാസം എനിക്കിപ്പോൾ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും കറക്റ്റ് അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ 390യുടെ ഫോർക്ക് വച്ചാലേ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് റിട്ടേൺ കൊടുക്കും, എന്നിട്ട് അഡ്വഞ്ചർ 390യുടെ ഫോർക്ക് വീണ്ടും നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു മാറ്റം വരും കേട്ടോ. അഡ്വഞ്ചർ 390യുടെ ഫോർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേക്ക് നോക്കി, മാറക സാധനം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നാടിൻ്റെ പുതിയ വണ്ടി അവിടെ മൂടി വെച്ചേക്കാം. നാളെ രാവിലെ അതിൻ്റെ ലോജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ മാനുഫാക്ചറിംഗ് ചാനലിൽ കാണും കേട്ടോ. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും.